നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പക്ഷി, മൃഗം ആദിയായിട്ടുള്ളവരാൽ ദേഹത്തിൽ മുറിവ്, ആപത്ത്, രോഗം ഇവയൊക്കെ ഉണ്ടാകാം. വിശാഖ നക്ഷത്രക്കാർക്ക് വിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. മുതിർന്ന ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദികൾ ലഭിക്കും. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അനാവശ്യമായി ചെലവ് ചെയ്യാത്തവരും കലഹപ്രിയരും സ്തുതിക്കാനും നിന്ദിക്കാനും മടിയില്ലാത്തവരും വാക്സാമർഥ്യമുള്ളവരും പണനഷ്ടം ഉണ്ടാക്കുന്നതിനും സാഹചര്യമുള്ളവരാണ്. സ്ത്രീകൾ ഹൃദയംഗമായ രീതിയിൽ സംഭാഷണം ചെയ്യുന്നവരും സൗന്ദര്യവും വളരെയധികം ധനവും ഉള്ളവരുമാകും. വ്രതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും തൽപരരായിരിക്കും. ബന്ധുക്കളോട് സ്നേഹമുള്ളവരാണ് ഇവർ. വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴം ചാരവശാൽ 9ലും 8ലും സഞ്ചരിക്കുകയാണ്. ശനി 6ലും 5ലും സഞ്ചരിക്കുകയാണ്. ഈ വർഷം 8 വയസ്സുവരെ പ്രായമുള്ള വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യയ്ക്കും ആരോഗ്യത്തിനും വിഷമാവസ്ഥയ്ക്ക് ഇടയുണ്ടാകും. മറ്റുള്ളവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് എന്ന് പറയണം. തുലാം, വൃശ്ചികം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ് വിശാഖം. തുലാക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം സംജാതമാകുന്നതാണ്. ഭാഗ്യപുഷ്ടിയും ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അന്യദേശവാസമൊക്കെ ഉണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസത്തിന് അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഏകദേശം പരിഹൃതമാകുന്നതുമാണ്. 5ാം ഭാവത്തിലെ രാഹു ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ വലഞ്ഞു പോയേക്കാം. ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങാനുള്ള ശ്രമം നടത്തിയേക്കാം. നാട്ടിലെ വസ്തു വിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ തടസ്സം വരുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സമാധാന അന്തരീക്ഷം അല്പം കുറയുന്നതാണ്. വാടക വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മക്കളുടെ ശാഠ്യശീലങ്ങളുമൊക്കെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാം. സ്വാശ്രയ തൊഴിലിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മെല്ലെയാകാം. അനുരാഗം മുട്ടിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.